ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാത്ത നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി. വളരെ എളുപ്പത്തിൽ ഏകദേശം 15 മിനിറ്റ് കൊണ്ടൊക്കെ കറി റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. റെസിപ്പി മിസ്സാവാണ്ടിരിക്കാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ എങ്ങനെ കറി ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? അപ്പം ഞാനിവിടെ 3 സവാള, 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 ചെറിയ തക്കാളി, ഒരു ഹാഫ് ലെമൺ, 5-6 പച്ചമുളക്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലപോലെ ചതച്ചെടുക്കണം. ഒരുപാട് ചതച്ച് നല്ലപോലെ നൈസ് ആവരുത്. ദാ ഇതുപോലെ മതി. ഇനി അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും പിന്നെ കറിവേപ്പിലയും കുറച്ച് നല്ല ജീരകവും കൂടി ഒരു ചട്ടിയിലിട്ടിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണ്. ഇനി അടുത്ത പരിപാടി മസാലപ്പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തന്നെ എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മസാലപ്പൊടി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി കഴുകി വെച്ച ചിക്കൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കറി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികമായാലും കുഴപ്പമില്ല. മല്ലിയില കൂടിക്കഴിഞ്ഞാലും കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയാണ് മെയിൻ പരിപാടി. ചിക്കനും മസാലയും എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ മസാലയെല്ലാം ഒന്ന് ചിക്കന് നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇങ്ങനെ എല്ലാം കൂടി തിരുമ്പി കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ പണിയും കഴിയും. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒരു 20 മിനിറ്റ് ആയും അപ്പോഴേക്കും കറി റെഡിയായി കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം.